السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. حمدا كثيرا طيبا مباركا فيه. സ്നേഹം നിറഞ്ഞ ലേന്തി ഖുർആൻ പഠിതാക്കളെ, 32-ാം അധ്യായം സൂറത്തു സജദ പഠനം നമ്മൾ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിൻ്റെ പഠനമാണ് ഇൻഷാ അള്ളാഹ് ഈ ക്ലാസ് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിനെ കുറിച്ച് പറയുമ്പോൾ ആ സൂറത്ത് മദീനയിലാണ്, മദനിയായ സൂറത്താണ്, മദീനയിലാണ് അവതരിച്ചത്. 73 വചനങ്ങളാണ് ആ സൂറത്തിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് പഠിക്കാനുള്ളത്. അഹ്സാബ് എന്ന സൂറത്ത് പ്രതിപാദിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഹിജ്റ 5-ാം വർഷം മദീനയെ നശിപ്പിക്കാനായി വിവിധ ഗോത്രങ്ങളും ശത്രുക്കളും ഒക്കെ ഒത്തുചേർന്ന് നടത്തിയ ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ ഈ സൂറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായി നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങൾക്ക് വലിയൊരു പരീക്ഷണത്തെ അതിജീവിച്ച ഘട്ടമാണ് യഥാർത്ഥത്തിൽ ആ സാഹചര്യം. അതോടൊപ്പം ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. വ്യക്തിജീവിതവും സാമൂഹിക നിയമങ്ങളും ഒക്കെ ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു യുദ്ധത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സൂറത്തല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ വ്യക്തിജീവിതത്തിലും അവൻ്റെ കുടുംബജീവിതത്തിലും പാലിക്കേണ്ട കൃത്യമായ നിയമങ്ങൾ ഈ സൂറത്തിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പുത്രന്മാരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. വിവാഹമോചനം എന്നിവയിലെ മര്യാദകൾ, അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൻ്റെ ഉള്ളിലെ പെരുമാറ്റച്ചട്ടങ്ങൾ ഒക്കെ ഈ സൂറത്തിൽ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ പ്രവാചകനോടുള്ള സ്നേഹവും ആദരവും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിശ്വാസികൾ പ്രവാചകനോട് കാണിക്കേണ്ട മര്യാദകൾ, ആദരവിനെക്കുറിച്ച് ഈ സൂറത്തിൽ പ്രധാനമായും ഇതിൻ്റെ ആദ്യ വചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ ഇതിൻ്റെ 56 വചനങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ കരുണ ചൊരിയുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അള്ളാഹുവിൻ്റെ മേൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയും സമാധാനത്തിനായി അള്ളാഹുവിനോട് ആശംസിക്കുകയും ചെയ്യണമെന്ന് ആ വചനത്തിൽ നമുക്ക് പ്രതിപാദിക്കുന്നതായി കാണാം. ഇത് ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയമാണ്. അതുപോലെ തന്നെ ഉത്തമമായ മാതൃകകൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ എങ്ങനെ മാതൃകയാക്കണമെന്ന് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഏകദേശം ഒരു 20-21 വചനങ്ങളിലൊക്കെ ആ ഭാഗത്ത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന നിലക്ക് വചനങ്ങളുണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു വിഷയമാണ് ഈ സൂറത്തിലുള്ളത് അമാനത്ത്, ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച്. ഇതിൻ്റെ അവസാന ഭാഗത്ത് മനുഷ്യൻ ഏറ്റെടുത്ത വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, അമാനത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകാശങ്ങളും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ ഭയപ്പെട്ട ആ വലിയ ഭാരം മനുഷ്യനെ ഏറ്റെടുത്തു എന്ന ഗൗരവകരമായ ഓർമ്മപ്പെടുത്തൽ ഈ സൂറത്ത് നൽകിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരീക്ഷയ്ക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നും, കുടുംബ ബന്ധങ്ങളെ എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നും, പ്രവാചകനെ എങ്ങനെ ജീവിതത്തിൽ മാതൃകയാക്കി നമ്മൾ ഇത്തിബാ ചെയ്ത് മുത്തബിയായി ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശമാണ് ഈ സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. ചരിത്രവും നിയമങ്ങളുമൊക്കെ ഒരുപോലെ കോർത്തിണക്കിയ മനോഹരമായ ഒരു വചനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അധ്യായത്തിലേക്കാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് നമ്മളൊക്കെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഓരോ ആയത്തുകളും സസൂക്ഷ്മം കേട്ട് മനസ്സിലാക്കി, അമാനി മൗലവിയുടെ വളരെ ബൃഹത്തായ ഖുർആൻ്റെ പരിഭാഷ നമ്മുടെ കയ്യിലുള്ള പുസ്തകം, അതിൻ്റെ വിശദീകരണങ്ങൾ കൂടുതലായി വായിച്ചും മനസ്സിലാക്കിയും പഠിച്ചും മുന്നോട്ട് പോകണം. അള്ളാഹു അതിനെല്ലാ തൗഫീക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. ഇന്ന
الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. സഹോദരങ്ങളെ, ഇതിൻ്റെ ആദ്യ വചനത്തിലേക്ക് നമ്മൾ ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ വത്തബിഉ മാ യൂഹാ ഇലൈക മിൻ റബ്ബിക ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ വതവക്കൽ അലല്ലാഹ് വഖഫാ ബില്ലാഹി വഖീല. ആദ്യത്തെ 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് മുകളിൽ കേട്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വാക്കർത്ഥം. ഒന്നാമത്തെ വചനം: ഏ നബിയെ, പ്രവാചക, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവിശ്വാസികളെയും കപടവിശ്വാസികളെയും നീ അനുസരിക്കുകയും ചെയ്യരുത്. നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. എന്നിട്ട് രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് വഹീ ദിവ്യബോധനം നൽകപ്പെടുന്നതിനെ നീ പിൻപറ്റുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് രണ്ടാമത്തെ വചനം. അതിനോട് ചേർത്ത് മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ മേൽ നീ ബലമേൽപ്പിക്കുകയും ചെയ്തു കൊള്ളുക. ബലമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതിയായവനാണ് എന്നാണ് അള്ളാഹു ഈ സൂറത്തിലൂടെ, ഈ 3 വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രധാനമായും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ആ ദിവ്യ സന്ദേശത്തെ പിൻപറ്റി ജീവിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ തവക്കുലാക്കി മുന്നോട്ട് പോകണം. വളരെ പ്രധാനപ്പെട്ട
3 വിഷയങ്ങളാണ് ഈ ആയത്തുകളിലൂടെ 3 ആയത്തുകളിലൂടെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മദനി സൂറത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്ന യഹൂദന്മാരും കപടവിശ്വാസികളും മുനാഫിക്കുകളും എന്നിവരെ കുറിച്ച് പരാമർശിക്കുകയാണ്. മറ്റു സൂറത്തുകളിൽ കാണാത്ത പല നിയമങ്ങളും മതവിധികളും ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ തഖ്വയുടെ അർത്ഥവും പ്രാധാന്യവും, ഇത്തഖി എന്ന പദം തഖ്വ എന്ന ധാതുവിൽ നിന്നുള്ളതാണ്, കൽപ്പനക്രിയയാണ്. സൂക്ഷിക്കുക, കാക്കുക, പേടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുന്നതിനെയാണ് തഖ്വ എന്ന് വിവരിക്കുന്നത്. അവിശ്വാസികളെയും കപടവിശ്വാസികളെയും പ്രവാചകരെ അങ്ങ് അനുസരിക്കാതെ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളെ മാത്രം പിൻപറ്റുക എന്നതാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പ്രബോധകന്മാർക്കുള്ള മാർഗനിർദ്ദേശനമാണ് ഈ കൽപ്പനകൾ. പ്രവാചകനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകനോട് പറയുന്നതാണെങ്കിലും അത് മുസ്ലിം സമൂഹത്തിന് മുഴുവനും ബാധകമാണ് എന്നത് ആ വചനങ്ങളുടെ അവസാന ഭാഗത്ത് കാണാം. സത്യപ്രബോധനം ചെയ്യുന്നതിൽ ശത്രുക്കളുടെ താല്പര്യങ്ങൾക്കോ അവരുടെ ഇംഗിതങ്ങൾക്കോ വഴങ്ങാതെ വിട്ടുവീഴ്ച ചെയ്യാനോ പാടില്ലാതെ സത്യം മറച്ചുവെക്കാതെ ധീരമായും മനസ്സോടുകൂടി മുന്നോട്ട് പോകണമെന്നും തവക്കുൽ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പ്രബോധന വഴിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ശത്രുക്കളുടെ പ്രകോപനങ്ങളെയും അതിൻ്റെ മുന്നിലൊന്നും പതറാതെ ഇരിക്കാൻ തവക്കുൽ ഒരു വിശ്വാസിക്ക് ഏത് ഘട്ടത്തിലും അത്യാവശ്യമാണ് എന്നാണ് ഈ ആയത്തുകളിൽ പ്രധാനമായും അള്ളാഹു സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പൂർണ്ണമായും അർപ്പിക്കുക, അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതാണ്. ആ ഒരു മാർഗത്തിലൂടെ തഖ്വയിലൂടെ ജീവിതത്തിൽ ഏറ്റെടുത്ത ഭയഭക്തി, ആ തഖ്വ, ദൃഢവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നീ 3 കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ 3 ആയത്തുകളിലുമായി നമ്മൾ പ്രധാനമായും പ്രതിപാദിക്കുന്നതായി കാണാൻ കഴിയുന്നത്. അതിൻ്റെ വാക്കർത്ഥം നമുക്ക് നോക്കാം. യാ അയ്യുഹൻ നബിയു, ഹേ നബിയെ, പ്രവാചകനോട് അഭിസംബോധന ചെയ്യാൻ. ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക, കൽപ്പനയാണ് പ്രവാചകനോട്. വലാ തുതി, നീ അനുസരിക്കുകയും ചെയ്യരുത്, അൽ കാഫിരീന, അവിശ്വാസികളെ, വൽ മുനാഫിഖീന, കപടവിശ്വാസികളെ. ഇന്നല്ലാഹ, നിശ്ചയമായും റബ്ബ് സുബ്ഹാനഹു തആല, ഖാന, അള്ളാഹു ആകുന്നു, അലീമൻ, സർവജ്ഞനാണ്, ഹക്കീമൻ, അഗാധജ്ഞാനിയാണ്. നീ പിൻപറ്റുകയും ചെയ്യരുത്, മായുഹാ, ദിവ്യബോധനങ്ങൾ, സന്ദേശങ്ങൾ നൽകപ്പെട്ടതിനെ, ഇലൈക്ക, നിനക്ക്, മിൻ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൽ നിന്ന് നൽകിയിട്ടുള്ളതിനെ പിൻപറ്റുക. അതുപോലെ അവിശ്വാസികളും കപടവിശ്വാസികളുടെ ഇംഗിതത്തിന് പെട്ടുപോകരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ഖാന, അള്ളാഹു ആകുന്നു, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി. അവിടെ ആദ്യം പിൻപറ്റാൻ നബിയോട് അഭിസംബോധന ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു തആല പിന്നീട് പറയുന്ന നോക്കും, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി. അപ്പോൾ പ്രവാചകന് മാത്രമല്ല എല്ലാവരും പിൻപറ്റേണ്ട ആദർശത്തെയാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഖബീറ, സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. വതവക്കൽ, നീ ഭരമേൽപ്പിക്കുക, അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ. വഖഫ, മതിയായവനാണ്, ബില്ലാഹി, അള്ളാഹു തന്നെ, വക്കീല, ഏൽപ്പിക്കപ്പെടുവാനായിട്ട്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല മതിയായവനാണ് എന്നാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വളരെ പ്രധാനമായും ഈ 3 വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 4-ാമത്തെ വചനത്തിലേക്ക് ചെല്ലുമ്പോൾ, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജഅല അസ്വാജകുമുല്ലായി തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും ദാലികും ഖൗലുകും ബിഅഫ്വാഹികും വല്ലാഹു യഖൂലുൽ ഹഖ്ഖ വഹുവ യഹ്ദി സബീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അള്ളാഹു 2 ഹൃദയങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ലിഹാർ എന്ന വിവാഹമോചനം ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കുകയും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കുകയും ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ടുള്ള നിരർത്ഥകമായ വാക്കുകളത്രേ. അള്ളാഹു യഥാർത്ഥം പറയുന്നു, അവൻ തന്നെയാണ് ശരിയായ മാർഗം കാട്ടിത്തരികയും ചെയ്യുന്നത്. മാ ജഅലല്ലാഹു, അള്ളാഹു ആക്കിയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല, ലി റജുലിൻ, ഒരു മനുഷ്യനും ഒരു പുരുഷനും, മിൻ ഖൽബൈനി, 2 ഹൃദയങ്ങളെ, ഫി ജൗഫിഹി, അവൻ്റെ ഉള്ളിൽ, വമാ ജഅല, അവനാക്കിയിട്ടുമില്ല, അസ്വാജക്കും, നിങ്ങളുടെ ഭാര്യമാരെ, അസ്വാജക്കുമുല്ലായി, നിങ്ങളുടെ ഭാര്യമാരെ, ഏതൊരുവരായ,
തുലാഹിറൂന മിൻഹുന്ന, നിങ്ങൾ അവരെ ലിഹാർ ചെയ്യുന്നു, ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാർ, വമാ ജഅല, അവനാക്കിയിട്ടുമില്ല, അദ്ഇയാഅക്കും, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ, അബ്നാഅക്കും, നിങ്ങളുടെ പുത്രന്മാർ, ദാലിക്കും, അത്, ഖൗലുക്കും, നിങ്ങളുടെ വാക്ക് മാത്രമാണ്, നിങ്ങൾ പറയുന്നതാണ്, ബി അഫ്വാഹിം, നിങ്ങളുടെ വായകൾ കൊണ്ട്. അല്ലാഹു യഖൂലു, ആ അല്ലാഹു പറയുന്നു, അൽ ഹഖ, യാഥാർത്ഥ്യം, ന്യായമായത്, വഹുവ, അവൻ, യഹ്ദി, കാട്ടിത്തരികയും ചെയ്യുന്നു, അസ്സബീല, മാർഗത്തെ കാട്ടിത്തരികയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു ഈ ആയത്തിൽ, അല്പം ദീർഘമായ ഒരു വചനമാണ്. ഈ ആയത്തിൽ അല്ലാഹു വിശദമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റിഹാർ അല്ലെ, വെറും വാക്കിലെ ബന്ധങ്ങളാണ്. പലപ്പോഴും പഴയ കാലത്ത് ഒരാൾ തൻ്റെ ഭാര്യയെ, നീ എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ മുതുകു പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവൾ മാതാവിനെ പോലെ നിഷിദ്ധമായി മാറുമെന്ന ഒരു വിശ്വാസം അക്കാലത്തുണ്ടായിരുന്നു. ഖുർആനോടൊരു നിലപാട് പറയാണ്, വെറും വാക്കുകൾ കൊണ്ട് നിങ്ങളൊരു ഭാര്യ മാതാവാവുകയില്ല. അല്ലെ, ഭാര്യയുമായി പിണങ്ങുമ്പോൾ ഇത്തരം ഒരു വാക്ക് പറഞ്ഞ്, നീ എൻ്റെ ഉമ്മനെ പോലെയാണ് എന്ന് പറഞ്ഞ്, അത്തരത്തിൽ ഉള്ള ആ വാക്കുകൾ കൊണ്ട് അങ്ങനെ ആകുന്നില്ല. മാതാവിൻ്റെ നിയമം ഭാര്യയ്ക്ക് ബാധകമല്ല. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രായശ്ചിത്തം, കഫാറത്ത് അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ് എന്നതാണ് അല്ലാഹു ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അതുപോലെ ദത്തെടുക്കൽ നിയമം, അല്ലെ, അഡോപ്ഷൻ, ഇസ്ലാമിൻ്റെ മുൻപ് നിലനിന്നിരുന്ന ഒരു പരിപാടിയാണ് അത്. ദത്തെടുക്കൽ, മകനെ ദത്തെടുക്കുന്ന സമ്പ്രദായം നമുക്ക് കാണാം. അന്നത്തെ കാലത്ത് ഇന്നുമൊക്കെ ഉണ്ടത്. ആ സമ്പ്രദായത്തിൽ ഖുർആൻ തിരുത്തിയ ഒരു കാര്യമാണ്, മറ്റൊരാളുടെ മകനെ സ്വന്തം മകനായി പ്രഖ്യാപിച്ചാൽ അവന് യഥാർത്ഥ മകന്റെ എല്ലാ അവകാശങ്ങളും, അഥവാ സ്വത്തവകാശം, അനന്തരാവകാശം ലഭിക്കുമായിരുന്നു അന്ന്. എന്നാൽ ഖുർആൻ അത് റദ്ദാക്കി. എന്നിട്ട് അതിന് ഉപോത്ബലകമായ ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന അമാനുവലിയുടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണത്. ഈ നിയമം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആ ചരിത്രം കൊടുക്കുന്നത്, അടിമത്ത് കൽബ് ഗോത്രക്കാരനായ സെയ്ദ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെടുകയും അടിമയായി വിൽക്കപ്പെടുകയും ചെയ്തു. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു തൻ്റെ അമ്മായിയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ആ കുട്ടീനെ, അദ്ദേഹത്തെ വാങ്ങി. എന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം ശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന് സമ്മാനിച്ചു. തുടർന്ന് പ്രവാചകൻ അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സെയ്ദിൻ്റെ പിതാവും പിതൃ സഹോദരനും അദ്ദേഹത്തെ തേടി മക്കയിലെത്തി. ഈ സമയത്ത് പ്രവാചകനോടൊപ്പം നിൽക്കാനോ പിതാവിനൊപ്പം പോകാനോ ഉള്ള സ്വാതന്ത്ര്യം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് നൽകി. എന്നാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെയാണ് തിരഞ്ഞെടുത്തത്. ഈ സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ദത്തുപുത്രനായി പ്രഖ്യാപിച്ചു. അതോടെ ജനങ്ങൾ അദ്ദേഹത്തെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അങ്ങനെ ആ ഒരു രീതി ശരിയല്ല, യഥാർത്ഥ പിതാവിലേക്ക് ചേർത്തിട്ടാണ് വിളിക്കേണ്ടത് എന്ന് നമ്മളെ ഇവിടെ പ്രധാനമായും പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹവും, പിന്നീടുള്ള പ്രധാനപ്പെട്ട വിഷയം വിവാഹവും വിവാഹ നിയമമാറ്റവും. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിൽക്കാലത്ത് സൈനബ് റളിയല്ലാഹു അൻഹുവുമായി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സംഭവമൊക്കെ ഉണ്ട്. ഈ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് അക്കാലത്തൊരു വലിയ തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ദത്തുപുത്രന്മാർ യഥാർത്ഥ മകനല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. ഇതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിലുണ്ടായ സംസാരങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഖുർആനിക വചനം അവതരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ ബന്ധം വെറും വാക്കുകളിൽ, നീ എൻ്റെ ഉമ്മയാണ്, നീ എൻ്റെ മകനാണ് കൊണ്ട രക്തബന്ധത്തിൻ്റെ നിയമങ്ങൾ മാറില്ല എന്നും ഒക്കെയാണ് ഈ ആയത്തിൽ വളരെ പ്രധാനമായും പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ തന്നെ ഇതിന് മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവസാനം വാക്കുകൊണ്ട് യാഥാർത്ഥ്യം മാറില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ദത്തെടുക്കപ്പെട്ടവർ യഥാർത്ഥ മക്കളാകില്ലെന്ന് ഖുർആൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നേരെ തിരിച്ചാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നതായി നമുക്ക് ആ വിഷയവുമായി കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ വചനം, ഉദ്ഊഹും ലിആബാഇഹിം ഹുവ അഖ്സത്തു ഇൻദല്ലാഹ് വഇൻ ലം തഅലമൂ ആബാഅഹും വഇഖ്വാനുക്കും ഫിദ്ദീനി വമവാലീക്കും വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും വഖാനല്ലാഹു ഗഫൂറർ റഹീമാ. ഉദ്ഊഹും,
നിങ്ങൾ അവരെ വിളിക്കുവിൻ ലി ആബാഇഹിം അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത്. ഹുവ അതത്രേ അഖ്സതു ഏറ്റവും നീതിയായതാണ്. ഇൻദല്ലാഹ് അല്ലാഹുങ്കൽ. വ ഇല്ലം തഅലമു ഇനി നിങ്ങൾക്കറിയുകയില്ലെങ്കിൽ ആബാഅഹും അവരുടെ പിതാക്കളെ, വ ഇഖ്വാനുക്കും എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്, ഫിദ്ദീൻ മതത്തിൽ, വ മവാലീക്കും നിങ്ങളുടെ മൗലകളുമാണ്, ബന്ധപ്പെട്ടവരുമാണ്, വലൈസ ഇല്ലതാനും അലൈക്കും നിങ്ങളുടെ മേൽ, ജുനാഹുൻ കുറ്റമില്ല, ഫീമ യാതൊന്നിൽ, അഖ്തഅതും നിങ്ങൾക്ക് അബദ്ധം ചെയ്തതിൽ, പിഴച്ചുപോയതിൽ, ബിഹി അതിൽ, വലാക്കിൻ പക്ഷേ, മാ തഅമ്മദത് കരുതി കൂട്ടി ചെയ്തതാണെങ്കിൽ, ഖുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ, വഖാന അല്ലാഹു അല്ലാഹു ആകുന്നു, ഗഫൂറൻ പൊറുക്കുന്നവൻ, റഹീമ കരുണാനിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ 5-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിതൃത്വം ഉറപ്പുവരുത്തൽ, ദത്തെടുക്കൽ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞു വന്നിട്ടുള്ളത്. അവിടെ പിതാവിൻ്റെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വളർത്തു മക്കളെ അവരുടെ യഥാർത്ഥ പിതാക്കളുടെ പേര് ചേർത്ത് വേണം വിളിക്കാൻ എന്ന് ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പോറ്റുമക്കളെ സ്വന്തം മക്കളായി കണക്കാക്കി പിതാവിൻ്റെ പേര് മാറ്റുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നും, യഥാർത്ഥ പിതാവ് ആരാണെന്നറിയില്ലെങ്കിൽ അവരെ ദീനീ സഹോദരങ്ങൾ, മൗല എന്ന നിലക്ക്, ബന്ധു, മിത്രം എന്ന രീതിയിൽ വിളിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുന്നത്. അബദ്ധവശാൽ മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുന്നത് തെറ്റാണ്. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. കുടുംബ ബന്ധ പരമ്പര നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം അറബികൾക്കിടയിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയുടെയും പിതാവിൻ്റെയും പേര് വെച്ചിട്ടാണ്. ഇസ്ലാം ഈ രീതിയെ അംഗീകരിച്ചു വന്നു, അല്ലെ? വീട്ടുപേരോ തറവാടിൻ്റെ പേരോ നമ്മുടെ നാട്ടിലുള്ളതുപോലെ, ഇപ്പോൾ കേരളത്തിലൊക്കെ അങ്ങനെ തന്നെ തറവാടിൻ്റെ പേരിലും വീട്ടുപേരിലൊക്കെയാണ് ആളുകൾ അറിയപ്പെടുക. അങ്ങനെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ മുൻഗണന പിതാവിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ്, ഇന്നയാളുടെ മകൻ ഇന്നയാൾ എന്ന നിലക്ക് അവരുടെ യഥാർത്ഥ പിതാവിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയപ്പെടേണ്ടത്. സ്വന്തം പിതാവിനെ തള്ളിപ്പറയുന്നതും മറ്റൊരു കുടുംബത്തിലേക്ക് വ്യാജമായി ചേർത്തു നിൽക്കുന്നതും ഇസ്ലാമിക ദൃഷ്ട്യാ വലിയ തെറ്റായിട്ടാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. വല മൗല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥങ്ങൾ, എന്ന പദത്തിന് പല അർത്ഥതലങ്ങൾ നമുക്ക് ഇവിടെ മാനവലി വിശദീകരിക്കുന്നുണ്ട്. അടിമത്തിൽ നിന്നുള്ള മോചനം, ഒരാൾക്കൊരു അടിമയെ മോചിപ്പിച്ചാൽ ആ അടിമ മോചിപ്പിച്ച വ്യക്തിയുടെ കുടുംബവുമായി വലാ എന്ന ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇസ്ലാമിലേക്കുള്ള പ്രവേശനം ഒരാൾ മുഖേനയായാൽ മറ്റൊരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ആ വന്ന വ്യക്തി ആരുടെ മുഖേനയാണോ ഇസ്ലാമിലേക്ക് വന്നത് അവർ തമ്മിലുള്ള ആത്മീയ ബന്ധത്തെയും മൗല എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ കുടുംബം ഇസ്ലാമിലേക്ക് വന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നമുക്ക് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അങ്ങനെ വന്ന ആ ഗോത്രത്തിൻ്റെ എന്ന പേരിൽ മൗല എന്ന് വിളിച്ചിരുന്നു. ഇത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതൊരു അടിമ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള, അദ്ദേഹം ഒരു അടിമ, അബൂ ഹനീഫ റഹിമഹുള്ള, ക്ഷമിക്കണം, അഹ്മദ് ബിൻ ഹംബൽ അല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള, അദ്ദേഹം ഒരു അടിമ വംശകനാണെന്ന തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതൊരു കുടുംബ ബന്ധത്തെ സൂചിപ്പിച്ചതായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ മാനവലി കൊടുക്കുന്ന മറ്റൊരു വിഷയം മുഹാജിറുകളും അൻസാറുകളും, മക്കയിൽ നിന്ന് മുഹാജിറുകൾ മദീനയിലേക്ക് പോയ അൻസാറുകളുമായിട്ടുള്ള അവരുടെ ആ സഹോദര്യ ബന്ധം, ആഴത്തിലുള്ള ആ ഒരു ബന്ധം, ആഴ്ന്നിറങ്ങിയ ഒരു ബന്ധം, അതിനെയും ഈ നിലക്ക് ഈ ഒരു പദത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രബോധകർക്കും സമൂഹത്തിനുമുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടന്ന കാലഘട്ടങ്ങളിൽ പ്രബോധകരോടുള്ള ബഹുമാന സൂചകമായി പലരും അവരുടെ പേരിനോട് പ്രബോധകന്റെ വംശനാമം ആ വംശനാമം ഉച്ചരിച്ചുകൊണ്ട് ചേർക്കാറുണ്ടായിരുന്നു. അപ്പോൾ സയ്യിദ്, സിദ്ദീഖി, ഫാറൂഖി തുടങ്ങിയ പോലെയുള്ള, ഇപ്പോഴും അത് ഇങ്ങനെ പലരിലും കാണാം. കാലക്രമേണ അത് യഥാർത്ഥ വംശപരമ്പരയാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കി. ഇത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കുറച്ച് ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനം കൊടുക്കുന്നുണ്ട്. ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പുള്ള അജ്ഞാന കാലത്ത് നിങ്ങളുടെ ഉത്തമമായിട്ടുള്ളവർ ഇസ്ലാമിലും നിങ്ങൾക്ക് വെച്ച ഉത്തമന്മാർ തന്നെ അവർ വിജ്ഞാനം തേടിയാൽ
എന്ന ഒരു ഹദീസ് കാണാം. അതുപോലെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കുമാറ് പാലിക്കത്തക്കവണ്ണം നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുവിൻ എന്നൊരു ഹദീസുണ്ട്. മറ്റൊരു ഹദീസിൽ അറിഞ്ഞുകൊണ്ട് തൻ്റെ പിതാവല്ലാത്തവരിലേക്ക് ചേർത്തുകൊണ്ട് കുടുംബബന്ധം ബാധിക്കുന്നവൻ അവിശ്വാസിയാകാതിരിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഹദീസുകൾ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഒക്കെ, ഇവിടെ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസ് ഒക്കെ നമുക്ക് ഇമാം മൗലവി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വചനം, 6-ാമത്തെ വചനം, അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് തുടങ്ങുന്ന വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിപാദിക്കുന്ന വിഷയം, അന്നബിയു പ്രവാചകൻ, ഔല ഏറ്റവും ബന്ധപ്പെട്ടവനാണ്, ബിൽ മുഅ്മിനീന സത്യവിശ്വാസികളുമായി, മിൻ അൻഫുസിഹിം അവരുടെ ആത്മാക്കളെക്കാൾ, അവരുടെ ദേഹങ്ങളെക്കാൾ, അസ്വാജുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാകട്ടെ, ഉമ്മഹാത്തുഹും അവരുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്, ഉലു അർഹാമി രക്തബന്ധമുള്ളവർ, ബഅ്ലുഹും അവരിൽ ചിലർ, ഔല ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, ബിബഅ്ലിൻ ചിലരുമായി, ചിലരോട്, ഫീ കിതാബില്ലാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ, മിനൽ മുഅ്മിനീന സത്യവിശ്വാസികളിൽ നിന്നുള്ള, വൽ മുഹാജിരീന മുഹാജിറുകളിൽ നിന്നും, ഇല്ല അൻ തഫ്അലു നിങ്ങൾ ചെയ്യുന്നതായാലല്ലാതെ, ഇലാ ഔലിയായിക്കും നിങ്ങളുടെ മിത്രങ്ങളിലേക്ക്, മഅറൂഫൻ വല്ല സൽക്കാര്യവും, കാനദാലിക്ക അതായിരിക്കുന്നു, ഫീ കിതാബ് വേദഗ്രന്ഥത്തിൽ, മസ്തൂറ രേഖപ്പെടുത്തപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളോട് അവരുടെ ഏറ്റവും സ്വന്തം ദേഹങ്ങളെക്കാൾ ബന്ധപ്പെട്ട ആളാകുന്നു. ആ പ്രവാചകന്റെ ഭാര്യമാരാകട്ടെ അവരുടെ മാതാക്കളുമാണ്. സത്യവിശ്വാസികളിൽ നിന്ന്, മുഹാജിറുകളിൽ നിന്ന് പരസ്പരം രക്തബന്ധമുള്ളവർ അവർ ചിലരോട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ നിയമമനുസരിച്ച് കൂടുതൽ ബന്ധപ്പെട്ടവരുമാണ്. നിങ്ങളുടെ മിത്രങ്ങൾക്ക് സമുചിതമായ വല്ലതും ചെയ്തു കൊടുക്കുന്നതല്ലാത്തതൊഴികെ, അങ്ങനെയല്ലാതൊഴികെ അതിന് തടസ്സമില്ല. ഇപ്പറഞ്ഞത് വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായിരിക്കുന്നു, സ്ഥിരപ്പെട്ട നിയമമാകുന്നു. ഇതാണ് അള്ളാഹു 6-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. വളരെ പ്രധാനപ്പെട്ട 5ഓളം കാര്യങ്ങളാണ്, വിഷയങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മുസ്ലിം സമൂഹത്തിനിടയിലുള്ള സാമൂഹികവും നിയമപരവുമായ ബന്ധങ്ങളെ പുനർനിർവചിക്കുകയാണ്. പ്രധാന 5 കാര്യങ്ങൾ. ഒന്നാമത്തത്, പ്രവാചകനും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. സ്വന്തത്തെക്കാൾ അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അള്ളാഹു അവൻ്റെ റസൂലും മുൻഗണന നൽകേണ്ടത് പ്രവാചകനാണ് എന്ന് പഠിപ്പിക്കുകയാണ്, മറ്റുള്ള ആളുകളെക്കാളെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് സർവ്വ മേഖലകളിലും നമുക്ക് മാതൃക. ഐഹികമായ, പാരത്രികമായ എല്ലാ കാര്യത്തിലും പ്രവാചകന്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒരു വിശ്വാസി മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകണം. പ്രവാചകന്റെ ഗുണകാംക്ഷ വിശ്വാസികളോട് കാണിക്കുന്നത് അതിരറ്റ വാത്സല്യമാണ്. ഗുണകാംക്ഷയാണ് പ്രവാചകന്റെ ജീവിതം. ഒരാൾ മരിക്കുമ്പോൾ കടം ബാക്കിയുണ്ടെങ്കിൽ അത് വീട്ടേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ധത്തിൻ്റെ ആഴം കൂടുതൽ വ്യക്തമാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാർ, ആ പത്നിമാരുടെ പദവി വിശ്വാസികളുടെ മാതാക്കളാണ്. പ്രവാചക പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളായി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആദരിക്കപ്പെടണം ആ നിലക്ക് എന്നാണ് അതിനോടൊപ്പം ചേർത്ത് അള്ളാഹു പറയുന്നത്. വിവാഹ നിരോധനം പഠിപ്പിക്കുകയാണ്. നബിക്ക് ശേഷം ഇവരുടെ പത്നിമാരെ ആർക്കും വിവാഹം ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ നിയമപരമായി മറ്റു കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ വസ്ത്രധാരണ, അനന്തരാവകാശം, ഈ മറ്റു സ്ത്രീകളെ പോലെ തന്നെ അവർക്ക് അതൊക്കെ പറ്റും. എന്നാൽ അനന്തരാവകാശ നിയമം, രക്തബന്ധത്തിന് മുൻഗണന, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഹിജറ വന്നവരും മുഹാജിറുകളും സഹായികളും അഥവാ അൻസാറുകളും തമ്മിൽ നിലനിന്നിരുന്ന ആ സാഹോദര്യ ബന്ധം വഴിയും സ്വത്ത് ഓഹരി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വചനം അവതരിച്ചതോടുകൂടി ആ സമ്പ്രദായം നിർത്തലാക്കുകയാണ്. ഇനി മുതൽ സ്വത്തിന് യഥാർത്ഥ അർഹത രക്തബന്ധമുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മതം മാറിയവർ തമ്മിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിൽ വ്യക്തമായ
നിയമങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു മുസ്ലിം കാഫിറിനെയോ കാഫിർ മുസ്ലിമിനെയോ അനന്തരം എടുക്കുകയില്ല എന്ന് ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് വസിയത്തിൻ്റെ അഥവാ മരണപത്രം, വസിയത്ത് പ്രധാനമായി രക്തബന്ധമില്ലാത്ത സ്നേഹിതർക്കോ മറ്റു ഗുണകാംക്ഷികൾക്കോ വേണ്ടി ഒരാൾ തൻ്റെ സ്വത്തിൽ നിന്ന് ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വസിയത്ത് വഴി ചെയ്യാവുന്നതാണ്. നിയമപരമായി അനന്തരാവകാശികൾക്ക് വസിയത്തുകൾ ആവശ്യമില്ല. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ അനുമതിയോടുകൂടി അത് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് പഠിക്കാം. അതോടൊപ്പം ദൈവിക നിയമത്തിൻ്റെ അലംഘനീയമായ കാര്യങ്ങൾ, മുകളിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ അള്ളാഹു ഗണ്യമായ നിയമങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അർഹരായ ആളുകൾക്ക് സ്വത്ത് ലഭിക്കാൻ ഇന്നത്തെ കാലത്ത് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി തന്ത്രങ്ങൾ പ്രയോഗിക്കുകയോ അങ്ങനെ ആ രൂപത്തിലൊക്കെ കുതന്ത്രങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഈ നിയമത്തെ ലംഘിക്കുകയാണ് എന്നുകൂടി നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അൽ കിതാബിൽ മസ്തൂർ, അത് രേഖപ്പെടുത്തപ്പെട്ട, ഇപ്പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള ഒരു സ്ഥിരപ്പെട്ട നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനം അവസാനിക്കുന്നത്. അമാനുമൗലവി അത് വിശദമായി ഈ കാര്യങ്ങൾ 5ഓളം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്നും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്കും അർഹമായ പ്രാധാന്യങ്ങൾ നൽകണമെന്നുമാണ് നമ്മളെ ഈ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനമായും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം 7-8 വചനങ്ങൾ, ആ വചനങ്ങളിൽ അള്ളാഹു പറയുന്ന കാര്യം വൈദ് അഖദിന, നാം വാങ്ങിയെടുത്ത സന്ദർഭം, മിനൻ നബിയീന, നബിമാരിൽ നിന്ന്, മീസാക്കഹും, അവരുടെ ഉടമ്പടി, വ മിൻക, നിന്നിൽ നിന്നും, വമിൻ നൂഹിൻ, നൂഹിൽ നിന്നും, വ ഇബ്രാഹിം, ഇബ്രാഹിം നബിയിൽ നിന്നും, വ മൂസ, മൂസാ നബിയിൽ നിന്നും, വ ഈസ, ഈസാ നബിയിൽ നിന്നും, ഇബ്നു മറിയം, മറിയമിൻ്റെ മകനായ, വ അഖദിന, നാം വാങ്ങുകയും ചെയ്തു, മിൻഹും, അവരിൽ നിന്നും, മീസാക്കൻ, ഒരു ഉറപ്പ്, ഗലീലൻ, ഗൗരവപ്പെട്ട, ലിയസ് അല, അവൻ ചോദ്യം ചെയ്യാൻ, അസ്വാദിഖീന, സത്യവാന്മാരോട്, അൻ സുദ്ഖിഹിം, അവരുടെ സത്യത്തെ പറ്റി, വഅദ, അവർ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു, ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക്, അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ അള്ളാഹു ഒരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ 7-8 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, നബിയെ പ്രവാചകന്മാരിൽ നിന്ന്, നിന്നിൽ നിന്നും, നൂഹ് നബിയിൽ നിന്ന്, ഇബ്രാഹിം നബിയിൽ നിന്ന്, മൂസാ നബിയിൽ നിന്ന്, മറിയമിൻ്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് തന്നെ നാം ഉറപ്പ് വാങ്ങിയ സന്ദർഭം ഓർക്കുക. അവരിൽ നിന്ന് ഗൗരവപ്പെട്ട ഉറപ്പ് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. സത്യവാന്മാരോട് അവരുടെ സത്യത്തെക്കുറിച്ച് അള്ളാഹുവിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയാകുന്നു അത്. അവിശ്വാസികൾക്ക് അവൻ വേദനയേറിയ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ കരാർ എന്ന് പറഞ്ഞാൽ, മീസാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ പ്രവാചകനിൽ നിന്നും വാങ്ങിയ ഒരു ഉറപ്പാണത്. ഇതിൻ്റെ കാതൽ, നിങ്ങൾക്ക് ഞാൻ വേദഗ്രന്ഥവും ജ്ഞാനവും നൽകി, അതിനുശേഷം നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന മറ്റൊരു റസൂൽ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും വേണം. സൂറത്ത് ആൽ ഇംറാനിലെ 81-ാമത്തെ സൂക്തത്തിൽ ഈ കരാറിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുന്നു എന്ന് മനവിൽ കൊടുക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരാണ് ഉല്ലസുമകളിൽപ്പെട്ട ദൃഢചിത്തരായ പ്രവാചകന്മാരെ കുറിച്ച് നമുക്കറിയാം. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ പ്രവാചകന്മാർക്കിടയിലെ സവിശേഷമായ പദവിയുള്ളവരും ഉലുൽ അസ്മുകളിൽപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചവരുമാണ് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷമായ പദവി ഈ വചനത്തിൽ പ്രവാചകന്മാരുടെ പേരുകൾ പറയുമ്പോൾ കാലക്രമം അനുസരിച്ച് തുടങ്ങിയതെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. മറ്റുള്ളവർക്ക് മുമ്പേ നബി ഇതിൽ ഉൾപ്പെടുത്തിയത് അവിടുത്തെ ഉന്നതമായ പദവിയെയും മുൻഗണനയും സൂചിപ്പിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പ്രബോധനത്തിൻ്റെ ഐക്യവും അതിൻ്റെ ഉത്തരവാദിത്വവും, എല്ലാ പ്രവാചകന്മാരും ഒരേ ദൗത്യത്തിൻ്റെ ഭാഗമാണെന്നും അവർക്കിടയിൽ വൈരുദ്ധ്യങ്ങളില്ലെന്നും ഈ കരാർ വ്യക്തമാക്കുന്നുവെന്നും തങ്ങളുടെ ദൗത്യം സത്യസന്ധമായി പൂർത്തീകരിക്കുകയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് ചോദിക്കുമെന്നും പ്രവാചകന്മാരെ അയക്കപ്പെട്ട സമൂഹങ്ങളോട് അള്ളാഹു ഇതിനെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടുമെന്നും ഒക്കെ അള്ളാഹു ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ അമാനുമൗലവി പറയുന്ന കാര്യങ്ങൾ, വ്യാജ വ്യാഖ്യാനങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് അമാനുമൗലവി ഇവിടെ നൽകുന്നതായി കാണാൻ കഴിയും.
അതായത് അമാനി മൗലവിയുടെ പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് സൂറത്തു ആൽ ഇംറാനിന്റെ 81-ാമത്തെ സൂക്തത്തിലും ഇവിടെ പറഞ്ഞ കരാറുകൾ ഒന്നു തന്നെയാണെന്നും അത് തന്നെയാണ് ബഹുമാനനായ അമാനി മൗലവിയുടെ അഭിപ്രായമെന്നും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കാദിയാനികളെ പോലെയുള്ള ആളുകൾ ശ്രമം നടത്താറുണ്ട്. കാദിയാനി പ്രവാചകത്വം സ്ഥാപിക്കാൻ ഇക്കൂട്ടർ ചെയ്തു വരാറുള്ള ദുർവ്യാഖ്യാനങ്ങളിൽ ഒന്നാണിത് എന്ന് കാണാൻ സാധിക്കും. സൂറത്തു ആൽ ഇംറാനിലെ 81-ാമത്തെ വചനത്തിന്റെ സൂക്തത്തിൽ അതിന്റെ അർത്ഥവും അതിന് അമാനി മൗലവി നൽകിയ വിശദീകരണവും നമ്മൾ വിശദമായി ആ വിഷയവുമായി പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയങ്ങളാണ് ഈ ആദ്യ 8 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വചനം തൊട്ട് 9-ാമത്തെ വചനം തൊട്ട് ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളിലേക്കും വിഷയത്തിലേക്കും വിശദീകരണങ്ങളിലേക്കും കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള ആ വിഷയങ്ങൾ വളരെ വിശദമായി നമ്മൾ കുറച്ച് സമയമെടുത്ത് വായിച്ചു പഠിക്കേണ്ട ഭാഗമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തി സമയദൈർഘ്യം വരുന്നുകൊണ്ട് ഉൾപ്പെടുത്തി ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായി പഠിക്കേണ്ടവർ അമാനി മൗലവിയുടെ തഫ്സീർ, അത് ഈ 8 ആയത്തുകളുടെ വിശദീകരണങ്ങൾ നമുക്ക് മലയാളത്തിൽ തന്നെ വായിച്ചു പഠിക്കാവുന്നതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.